ഷിജോ കുര്യൻ കൂടുതൽ വിവരങ്ങളുമായി തിരുവനന്തപുരത്തെ SUT ആശുപത്രിയിൽ നിന്ന്. ഷിജോ, ഈ മെഡിക്കൽ ബുള്ളറ്റിൻ എപ്പോൾ വരുമെന്നാണ് വിചാരിക്കുന്നത്? ഷിജോ കേൾക്കുന്നുണ്ടോ? ഷിജോ കേൾക്കുന്നോ? നിഷാദ്, അല്പസമയം മുമ്പാണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ SUT ആശുപത്രിയിൽ എത്തിയത്. ഇപ്പോൾ അദ്ദേഹം VS അച്യുതാനന്ദനെ കാണാൻ വേണ്ടിയിട്ടാണ് ഇവിടേക്ക് വന്നിട്ടുള്ളത്. ഇന്നലെ ഹൃദയാഘാതത്തെ തുടർന്ന് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ച VSന്റെ ആരോഗ്യനിലയിൽ ആശങ്കപ്പെടുത്തുന്ന ഒരു സാഹചര്യമില്ല എന്നുള്ള കാര്യം ആശുപത്രി അധികൃതർ പറയുന്നുണ്ട്. പക്ഷേ ചില കേന്ദ്രങ്ങളിൽ നിന്ന് നമുക്ക് ലഭിക്കുന്ന വിവരം അദ്ദേഹത്തിൻ്റെ ആരോഗ്യനിലയിൽ കാര്യമായിട്ട് ചില പ്രശ്നങ്ങളുണ്ട് എന്നുള്ളത് തന്നെയാണ്. അതുകൊണ്ടൊക്കെ തന്നെയാണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ അടക്കമുള്ള ആളുകൾ ഇവിടേക്ക് വന്നത്. ഇന്നലെ CPMന്റെ ജനറൽ സെക്രട്ടറി MA ബേബിയും സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദനും എളവരം കരീമും TP രാമകൃഷ്ണനും അടക്കമുള്ള നേതാക്കൾ ഇന്നലെ ആശുപത്രിയിലെത്തി VS അച്യുതാനന്ദനെ കണ്ടിരുന്നു. അതിന് പിന്നാലെയാണ് മറ്റ് തിരക്കുകളൊക്കെ മാറ്റിവെച്ചുകൊണ്ട് മുഖ്യമന്ത്രി പിണറായി വിജയൻ കൂടി ഇന്ന് SUT ആശുപത്രിയിലേക്ക് വന്നത്. ഇന്നലെ രാവിലെയാണ് ഹൃദയാഘാതത്തെ തുടർന്ന് കേരളത്തിന്റെ മുൻ മുഖ്യമന്ത്രിയും CPMന്റെ മുതിർന്ന നേതാവുമായിട്ടുള്ള 101 വയസ്സുള്ള VS അച്യുതാനന്ദനെ SUT ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചത്. കഴിഞ്ഞ ദിവസം 2 ദിവസം മുമ്പ് ദിവസേനയുള്ള ചെക്കപ്പിന്റെ ഭാഗമായിട്ട് VSനെയും കൊണ്ട് കുടുംബം SUT ആശുപത്രിയിൽ വന്നിരുന്നു. തൊട്ടു പിന്നാലെ മറ്റു കുഴപ്പങ്ങളൊന്നുമില്ല എന്ന് പറഞ്ഞുകൊണ്ട് VSനെ തിരികെ മടക്കി അയക്കുകയാണ് ചെയ്തത്. എന്നാൽ ഇന്നലെ ECGയിൽ വ്യതിയാനമുണ്ടാവുകയും ശ്വാസതടസ്സം അനുഭവപ്പെടുകയും ചെയ്തു. അതിന് പിന്നാലെയാണ് VSനെയും കൊണ്ട് ഇന്നലെ രാവിലെയോടുകൂടി കുടുംബാംഗങ്ങൾ SUT ആശുപത്രിയിലേക്ക് വന്നത്. ഇവിടെ കൊണ്ടുവന്നപ്പോൾ തന്നെ തീവ്രപരിചരണ വിഭാഗത്തിൽ വെന്റിലേറ്ററിന്റെ സഹായത്തോടു കൂടിയാണ് VS ഇപ്പോൾ കഴിയുന്നത്. വെന്റിലേറ്ററിന്റെ സഹായത്തോടു കൂടി VSന് കൃത്യമായിട്ടുള്ള ചികിത്സാ രീതികൾ നൽകുന്നുണ്ട് എന്ന് ആശുപത്രി അധികൃതർ അറിയിക്കുന്നുണ്ട്. എന്തായാലും മുഖ്യമന്ത്രി പിണറായി വിജയൻ അല്പസമയം മുമ്പാണ് SUT ആശുപത്രിയിലേക്ക് വന്നത്. അദ്ദേഹം ഇപ്പോൾ VSനെ കാണാനായിട്ട് ആശുപത്രിയിലെ ഐസിയിലേക്ക് പോയിട്ടുണ്ട്. ഒരുപക്ഷേ VSനെ അദ്ദേഹം നേരിട്ട് കാണും എന്നാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. കാരണം ഇന്നലെ വന്ന മറ്റ് നേതാക്കൾക്കാർക്കും VSനെ നേരിട്ട് കാണാൻ കഴിഞ്ഞിരുന്നില്ല. കാരണം സന്ദർശകർക്ക് വിലക്കുള്ളതിനാൽ VSനെ നേരിട്ട് കാണാൻ മറ്റ് നേതാക്കൾക്ക് കഴിഞ്ഞിരുന്നില്ല. കുടുംബാംഗങ്ങളുമായിട്ട് ആശയവിനിമയം നടത്തിയാണ് ഇന്നലെ വന്ന നേതാക്കൾ മടങ്ങിപ്പോയത്. ഇന്നിപ്പോൾ മുഖ്യമന്ത്രി വന്ന ഒരുപക്ഷേ VSനെ നേരിട്ട് കാണും എന്നാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. അങ്ങനെയെങ്കിൽ അല്പസമയത്തിനകം മുഖ്യമന്ത്രിയെ കണ്ടതിന് ശേഷം VSനെ കണ്ടതിന് ശേഷം മുഖ്യമന്ത്രി ഇറങ്ങി വരുമ്പോൾ ഒരുപക്ഷേ ഒരു പ്രതികരണം ഉണ്ടാവാനുള്ള ഒരു സാധ്യത കൂടിയുണ്ട്. കാരണം VSന്റെ ആരോഗ്യനില സംബന്ധിച്ചുകൊണ്ട് ഇതുവരെയും കൃത്യമായിട്ടുള്ള ഒരു അറിയിപ്പ് ആശുപത്രി അധികൃതരുടെ ഭാഗത്തു നിന്നോ കുടുംബത്തിന്റെ ഭാഗത്തു നിന്നോ ഇതുവരെ വന്നിട്ടില്ല. കുടുംബം പറയുന്നത് ചെറിയ ചില ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അതിനപ്പുറത്തേക്ക് മറ്റു കാര്യങ്ങളെക്കുറിച്ച് കുടുംബം കൂടുതൽ വിവരങ്ങൾ പങ്കുവെക്കുന്നില്ല. അതേസമയം എന്താണ് സംഭവിച്ചത്, എങ്ങനെയുണ്ട് VSന്റെ ആരോഗ്യനില എന്നുള്ള കാര്യത്തിനകത്ത് കൂടുതൽ വ്യക്തത വരണമെങ്കിൽ ആശുപത്രി അധികൃതർ മെഡിക്കൽ ബുള്ളറ്റിൻ പുറത്തിറക്കണം. അതല്ല എങ്കിൽ മുഖ്യമന്ത്രി തന്നെ ഇക്കാര്യത്തെക്കുറിച്ച് എന്തെങ്കിലും ഒരു വിശദീകരണം നൽകേണ്ടതാണ്. അല്പസമയത്തിനകം മുഖ്യമന്ത്രി പിണറായി വിജയൻ VSനെ സന്ദർശിച്ചതിനു ശേഷം കുടുംബവുമായിട്ട് ആശയവിനിമയം നടത്തിയതിനു ശേഷം പുറത്തേക്ക് വരും. VSന്റെ ആരോഗ്യനിലയിൽ ആശങ്കപ്പെടുത്തുന്ന ഒരു സാഹചര്യം ഇല്ല എന്നുള്ള കാര്യം തന്നെയാണ് ആശുപത്രി അധികൃതർ നിലവിൽ അറിയിക്കുന്നത്. പക്ഷേ മരുന്നുകളോട് അദ്ദേഹം പ്രതികരിക്കുന്നുണ്ട് എന്ന് പറയുമ്പോഴും നിലവിലെ ആരോഗ്യസ്ഥിതി എന്താണെന്നുള്ളതിനെക്കുറിച്ച് യഥാർത്ഥ ഒരു ചിത്രം പുറത്തു വരേണ്ടതായുണ്ട്. ഹൃദയാഘാതത്തെ തുടർന്നും ശ്വാസതടസ്സത്തെ തുടർന്നുമാണ് 101 വയസ്സുകാരനായിട്ടുള്ള VS അച്യുതാനന്ദനെ ഇന്നലെ SUT ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചത്. അദ്ദേഹം 2019 മുതൽ രാഷ്ട്രീയ വേദികളിൽ നിന്ന് മാറി നിൽക്കുകയാണ്. 2019 അദ്ദേഹത്തിന് പക്ഷാഘാതം ഉണ്ടാകുന്നത്. പക്ഷാഘാതം ഉണ്ടായതോടുകൂടി അദ്ദേഹം സജീവമായിട്ടുള്ള രാഷ്ട്രീയ പ്രവർത്തനത്തിൽ നിന്ന് പൂർണ്ണമായിട്ട് വിശ്രമ ജീവിതത്തിലേക്ക് പോവുകയായിരുന്നു. അദ്ദേഹം ഏറ്റവും ഒടുവിൽ പങ്കെടുത്തത് 2019 വി കെ പ്രശാന്തിന്റെ തെരഞ്ഞെടുപ്പ് പ്രചരണവുമായി ബന്ധപ്പെട്ടുള്ള തെരഞ്ഞെടുപ്പ് പരിപാടിയിലായിരുന്നു. അതിനുശേഷം ഒരു തരത്തിലുമുള്ള ഒരു പരിപാടിയിൽ VSന്റെ സാന്നിധ്യം ഉണ്ടായിരുന്നില്ല. സമരമാണ് ജീവിതം എന്ന് കാട്ടിത്തന്ന കേരളത്തിന് അത്രമേൽ പ്രിയപ്പെട്ട ഒരു നേതാവാണ് VS അച്യുതാനന്ദൻ. അദ്ദേഹത്തിന്റെ ആരോഗ്യനില എങ്ങനെയുണ്ട് എന്നറിയാനുള്ള ആകാംക്ഷയിൽ തന്നെയാണ് കേരള സമൂഹമുള്ളത്. അതുകൊണ്ട് തന്നെ ആശുപത്രി അധികൃതർ നൽകുന്ന ഓരോ വാക്കും ക്ഷമയോടെ കാത്തിരിക്കുകയാണ് കേരള സമൂഹം. VSന്റെ ആരോഗ്യനില സംബന്ധിച്ചുള്ള കൃത്യമായിട്ടുള്ള ഒരു വ്യക്തത വരണമെങ്കിൽ ആശുപത്രി അധികൃതർ തന്നെ ഒരു മെഡിക്കൽ ബുള്ളറ്റിൻ ഇറക്കേണ്ടതായിട്ടുണ്ട്. ഇന്നലെ VSന്റെ ആരോഗ്യനില സംബന്ധിച്ചുകൊണ്ട് മെഡിക്കൽ ബുള്ളറ്റിൻ ഇറക്കരുത് എന്നുള്ളൊരു അഭ്യർത്ഥന കുടുംബം തന്നെ ആശുപത്രി അധികൃതരോട് പറഞ്ഞിരുന്നു. കാരണം കുടുംബത്തിന്റെ അഭ്യർത്ഥന പ്രകാരമാണ് ഇന്നലെ SUT ആശുപത്രി അധികൃതർ മെഡിക്കൽ ബുള്ളറ്റിൻ ഇറക്കാതിരുന്നത്. മുഖ്യമന്ത്രി അല്പസമയത്തിനകം പുറത്തേക്ക് വരും. VSനെ സന്ദർശിച്ച ശേഷം മുഖ്യമന്ത്രി പുറത്തേക്ക് വരാൻ ഒരുങ്ങുന്നു എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. ഒരുപക്ഷേ മുഖ്യമന്ത്രിയുടെ ഒരു ാണ് ഞാൻ കരുതുന്നത്. മുഖ്യമന്ത്രി അതിനുശേഷം VSന്റെ ആരോഗ്യനില സംബന്ധിച്ചുള്ള കാര്യത്തിൽ മുഖ്യമന്ത്രി തന്നെ വ്യക്തത സമയത്തിനകം മുഖ്യമന്ത്രി പിണറായി വിജയൻ മുഖ്യമന്ത്രി പുറത്തേക്ക് വരികയാണ്. മുഖ്യമന്ത്രിക്കൊപ്പം തന്നെ കുടുംബാംഗങ്ങളും മറ്റ് ബന്ധപ്പെട്ട പോലീസ് ഉദ്യോഗസ്ഥരും അടക്കമുണ്ട്. മുഖ്യമന്ത്രി പുറത്തേക്ക് വന്നതിന് ശേഷം ഒരുപക്ഷേ VSന്റെ ആരോഗ്യനില സംബന്ധിച്ചുള്ള കാര്യത്തിൽ ഒരു പ്രതികരണം നടത്തുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. മുഖ്യമന്ത്രി പിണറായി വിജയൻ VSനെ സന്ദർശിച്ചതിന് ശേഷം പുറത്തേക്ക് വരികയാണ്.
പക്ഷേ അത് മുഖ്യമന്ത്രിയുടെ ഒരു പ്രതികരണം ഈ ഒരു ഘട്ടത്തിൽ ഇല്ല എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. മുഖ്യമന്ത്രി പ്രതികരിക്കാൻ തയ്യാറായിട്ടില്ല. കാരണം ഒരുപക്ഷേ കുടുംബവുമായിട്ട് ആശയവിനിമയം നടത്തിയതിനു ശേഷമായിരിക്കും മുഖ്യമന്ത്രി പിണറായി വിജയൻ പ്രതികരിക്കാതെ മടങ്ങുന്നത്. മുഖ്യമന്ത്രി ഈ സംഭവത്തെ VS സന്ദർശിച്ചതിന് ശേഷമുള്ള ഒരു പ്രതികരണത്തിന് മുഖ്യമന്ത്രി തയ്യാറായിട്ടില്ല. നമ്മൾ അദ്ദേഹത്തിന്റെ പ്രതികരണത്തിന് ശ്രമിച്ചിരുന്നു, പക്ഷേ മുഖ്യമന്ത്രി പ്രതികരിക്കാതെ മടങ്ങിപ്പോവുകയാണ് ചെയ്യുന്നത്. പക്ഷേ എന്താണ് VS ആരോഗ്യനില എന്നത് സംബന്ധിച്ചുകൊണ്ട് ഒരുപക്ഷേ ഇനി ആശുപത്രി അധികൃതർ തന്നെ മെഡിക്കൽ ബുള്ളറ്റിൻ ഇറക്കും എന്നുള്ളതാണ് ഈ ഒരു ഘട്ടത്തിൽ നമ്മൾ മനസ്സിലാക്കുന്നത്. മുഖ്യമന്ത്രി പിണറായി വിജയൻ VS അച്യുതാനന്ദനെ സന്ദർശിച്ചതിന് ശേഷം ആശുപത്രിയിൽ നിന്ന് മടങ്ങിപ്പോകുന്ന ദൃശ്യങ്ങളാണ് ഇപ്പോൾ നമ്മൾ കാണുന്നത്. എന്തായാലും മുഖ്യമന്ത്രി VS സന്ദർശിച്ചിരിക്കുന്നു. ഇനിയിപ്പോൾ VS ആരോഗ്യനില സംബന്ധിച്ചുകൊണ്ട് ഒരു വ്യക്തത വരണമെങ്കിൽ ആശുപത്രി അധികൃതർ മെഡിക്കൽ ബുള്ളറ്റിൻ പുറത്തിറക്കണം. ഇന്നിപ്പോൾ 10 മെഡിക്കൽ ബോർഡ് യോഗം ചേർന്നിരുന്നു. മെഡിക്കൽ ബോർഡ് യോഗം ചേർന്നതിന് പിന്നാലെയാണ് ഇപ്പോൾ മുഖ്യമന്ത്രി കൂടി ഇവിടേക്ക് വന്നത്. അപ്പോൾ VS ആരോഗ്യനില സംബന്ധിച്ചുള്ള കാര്യത്തിനകത്ത് കൃത്യമായിട്ടുള്ള ഒരു വ്യക്തത ഇനിയിപ്പോൾ ആശുപത്രി അധികൃതർ തന്നെ നൽകും എന്നാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. സീരിയസ്